നമസ്കാരം. തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവി കേരളത്തിൽ കോൺഗ്രസിനേറ്റ വലിയ അടിയായി മാറിക്കഴിഞ്ഞു. എപ്പോഴത്തെയും പോലെ പരസ്പരം പഴിചാരി കൈകഴുകുകയാണ് നേതൃത്വം. എന്നാൽ മുൻ എംപിയായ ടി.എൻ. പ്രതാപനെതിരെ രോഷം അണപൊട്ടുകയാണ്. പ്രതാപനെതിരെ പോസ്റ്ററുകൾ തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. DCC ഓഫീസിന്റെ പരിസരത്തായാണ് പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞത്. പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത RSS ഏജന്റ് ടി.എൻ. പ്രതാപനെ ഒറ്റപ്പെടുത്തുക എന്നാണ് സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലുള്ള പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഏറ്റ പരാജയം KPCC ഉപസമിതി അന്വേഷിക്കാനിരിക്കെയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രതാപനെതിരെ 3 പോസ്റ്ററുകളാണ് നഗരത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. RSS സംഘപരിവാർ ഏജന്റ് ടി.എൻ. പ്രതാപനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, പ്രതാപൻ കോൺഗ്രസിന്റെ ശാപം, പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക, പ്രതാപനെ ഒറ്റപ്പെടുത്തുക എന്നിങ്ങനെയാണ് പ്രതാപനെതിരെ ഉയർന്ന പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത്. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലും DCC ഓഫീസിന്റെ സമീപത്തുമായാണ് പോസ്റ്ററുകൾ കാണുന്നത്. DCC ഓഫീസിന് സമീപത്തെ പോസ്റ്റർ കോൺഗ്രസ് പ്രവർത്തകർ മാറ്റിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക സ്ഥാനം ഏറ്റെടുത്ത ശേഷം DCCയുടെ മതിലുകളിൽ കോൺഗ്രസിനെതിരായ പോസ്റ്ററുകൾ പതിക്കരുത് എന്ന് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു. പരസ്പരം കരിവാരി തേക്കുന്ന പ്രവൃത്തിയിൽ നേതാക്കൾ ഏർപ്പെടരുതെന്നും ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പതിവ് പോലെ തമ്മിൽ തല്ല് രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് വീണ്ടും ടി.എൻ. പ്രതാപനെതിരെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. KC ജോസഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണത്തിന് ഉപസമിതി എത്തുന്നത്. മണ്ഡലത്തിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിയും BJPക്ക് വോട്ട് വർദ്ധിച്ചതും ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിയായ പ്രതാപനെ മാറ്റിയായിരുന്നു കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. BJPയുടെ സുരേഷ് ഗോപി 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. LDFന്റെ VS സുനിൽകുമാറിനും പിന്നിൽ 3ാം സ്ഥാനത്തേക്ക് മുരളീധരൻ പിന്തള്ളപ്പെടുകയായിരുന്നു. നേരത്തെ ഇടതു വോട്ടുകൾ BJPക്ക് മറിഞ്ഞു എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിരുന്നു. ടി.എൻ. പ്രതാപൻ കാലുവാരും എന്ന രീതിയിലുള്ള ട്രോളുകൾ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രചരിച്ചിരുന്നു. കോൺഗ്രസിൽ ടി.എൻ. പ്രതാപനുള്ള പിന്തുണ കുത്തനെ താഴുന്ന സാഹചര്യത്തിൽ പോസ്റ്ററുകളിൽ പറയുന്ന പോലെ കളം മാറി ചവിട്ടുന്നതിനെ കുറിച്ച് ടി.എൻ. പ്രതാപൻ ചിന്തിക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം.